ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ സ്ഥിരം സ്പോട്ടായ മുറിവായി ബീച്ചിലോട്ട് തന്നെയാണ് യാത്ര. പക്ഷേ ഇന്നത്തെ കാഴ്ചയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാളിവിടെ ഗാനറ്റ് ബേഡ്സിൻ്റെ കോളനി ഒന്നും കാണാൻ സാധിക്കില്ലായിരുന്നു. അതെല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് ഓക്ലാൻഡ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ അത് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് തൊട്ട് മാർച്ച് വരെയാണ് ഇവിടുത്തെ ഗാനറ്റ് ബേഡ്സിനെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല സ്റ്റണ്ണിങ് വ്യൂസാണ് ഈ ബീച്ചും അതേപോലെ തന്നെ ഈ പക്ഷികളും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. ഓഗസ്റ്റ് തൊട്ട് മാർച്ച് മാസം വരെ ഈ ഗാനറ്റ് ബേഡ്സ് ഇവിടെ കൂട്ടമായിട്ട് ഒന്ന് കൂട് പണിയുകയും അതേപോലെ മുട്ടയിടുകയും ചെയ്യും. അപ്പോൾ ഇവരുടെ ഫാദറും മദറും രണ്ടുപേരും കൂടെ ചേർന്നാണ് ഈ മുട്ടയെ പ്രൊട്ടക്റ്റ് ചെയ്ത് അടയാക്കിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഇവിടെ വരുന്നുണ്ട്. ഈ ന്യൂസിലാൻഡിൽ ജനിക്കുന്ന ഈ ഗാനറ്റ് കുഞ്ഞുങ്ങൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഈ ടാസ്മാൻ സീ ക്രോസ് ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് പറന്നു പോകും. എന്നിട്ട് അവരവിടെ വളർന്ന് വലുതായി പിന്നീട് ബ്രീഡിങ്ങിനായിട്ട് തിരിച്ച് വീണ്ടും ന്യൂസിലാൻഡിലേക്ക് വരും. അങ്ങനെ ഒരു സൈക്കിളാണ് ഈ ഗാനറ്റ്സിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ദേശാടന കിളികളാണ് ഇവരെല്ലാം. അപ്പോൾ ഭയങ്കര ശബ്ദമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒരു പോൾട്രി ഫാമിലൊക്കെ ചെല്ലുമ്പോഴുള്ളൊരു സ്മെല്ലൊക്കെ പോലെ ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളി കാഴ്ചയാണ്. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്